തന്നെ പോലെ നെറിവില്ലാത്ത ഒരുത്തനെയാണ് ഇത്രയും നാളും തോളിൽ ചുമന്നുകൊണ്ട് നടന്നെന്ന് ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. കല്യാണ നിശ്ചയം കഴിഞ്ഞ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി റേഷ് കല്യാണം നടത്തിയവന്റെ കാല് പിടിക്കാൻ പോയിരിക്കുന്നു. നാണം കേട്ടവൻ. ഏതായാലും നടക്കാനുള്ളതൊക്കെ നടന്നു. ഇനി അതിനെ ചൊല്ലി ബഹളമുണ്ടാക്കിയിട്ട് എന്താ കാര്യം? നിങ്ങൾ ഇരിക്കുന്നു. താൻ ഞങ്ങളെങ്ങനെ ഇരുത്താൻ നോക്കണ്ട. എടോ, തന്റെ സ്ഥാനത്ത് ഞങ്ങളായിരുന്നെങ്കിൽ വെട്ടി നുറുക്കി കുഴിച്ചു മൂടിയാലേ രണ്ടിനെയും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറയാം. ഈ കണ്ടതൊക്കെ സമ്പാദിച്ചു കൂട്ടിയതെന്റെ മോക്ക് വേണ്ടിയാ. ഇനി അവളുടെ മനസ്സ് വിഷമിക്കുന്ന യാതൊന്നും ഞാൻ ചെയ്യില്ല. ഓഹോ, അപ്പൊ ഞങ്ങളുടെ ശത്രുക്കളുടെ കൂടെ കൂട്ടുകൂടാൻ നിങ്ങൾ തീരുമാനിച്ചു അല്ലേ? അവരും എന്റെ ബന്ധുക്കളാ, നിങ്ങൾ എന്റെ സുഹൃത്തുക്കളും. അയ്യോ, അത് വേണ്ടായേ പങ്കയാശു. ഇവൻ ഇത്രയും വിശാലമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് കൊണ്ട് ഇവനുമായിട്ടുള്ള കച്ചവടം നമുക്ക് ചേർന്നതല്ല. അതുകൊണ്ട് ഇവനുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിച്ച് കളയാം. വ്യക്തിപരമായ കാര്യങ്ങളും ബിസിനസ്സും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കണോ? വേണം. എടോ, ശത്രുവിനും മിത്രം ഞങ്ങൾക്ക് ശത്രു തന്നെയാ. ശത്രുവുമായിട്ടുള്ള കച്ചവടം പാടില്ലെന്ന എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ മുടക്കിയ കാശ് തിരിച്ചു തന്നേക്ക്. കാശ് തരാതെ തന്നെ ഒഴിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അത് ശരിയല്ല, ഇത് വിശ്വാസവഞ്ചന. അതെ, താൻ ഞങ്ങളോട് കാണിച്ച തെറ്റത്തരത്തിന് പകരമാണെന്ന് കരുതിയാൽ മതിയിടൂ. കണക്കുകൾ അങ്ങനെയാണ് തീർക്കുന്നതെങ്കിൽ ഇരു കൂട്ടർക്കും നഷ്ടങ്ങൾ ഒരുപാടുണ്ടാവും. എന്താണോ, ഭീഷണിയാണോ? അല്ല, കാര്യം പറഞ്ഞോ. എടാ, ഞങ്ങളോട് കളിച്ചവന്മാരുടെ അവസ്ഥ അറിയാതെ ആണ്ടി കുഞ്ഞെ. നല്ലതുപോലെ അറിയാം. കൊല്ലം കുറെ ആയില്ലേ നമ്മൾ രണ്ടുപേരും ഒരേ കളരിയിൽ കളിക്കാൻ തുടങ്ങിയിട്ട്. എടാ, ആ കളരിയിൽ നീ പഠിക്കാത്ത പല അഭ്യാസങ്ങളും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ അഭ്യാസങ്ങൾ വെച്ച് നിന്നെ തറ പറ്റിച്ചില്ലെങ്കിൽ ഞങ്ങൾ എട്ടുവിടന്മാർ അല്ലടാ പുല്ലേ. ആരാരെയാ തറവറ്റിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. ഈ ഒരവസ്ഥയിൽ 8 വീട്ടുകാർ കയ്യും കെട്ടിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെക്കാൾ അപ്പച്ചൻ അവരെ കുറിച്ച് കൂടുതൽ അറിയാമല്ലോ. എന്ന് കരുതി ജീവിതകാലം മുഴുവൻ ഞാൻ അവരെ പേടിച്ചു കഴിയണമെന്നാണോ ജോസൂട്ടി പറയുന്നേ? പിള്ളമാർക്ക് എന്റെ മുമ്പിൽ അങ്ങനെ അങ്ങ് ഞെളിയാൻ പറ്റില്ല. അവരുടെ എല്ലാ രഹസ്യങ്ങളും എനിക്കറിയാം. എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരാൾ പെട്ടെന്നിങ്ങനെ ശത്രുവായി മാറുമ്പോൾ അപ്പോഴാണ്. ചെറുപ്പം മുതലേ ഷാപ്പി കിടന്ന് അടിയും തടയും പഠിച്ചവനായി ചാണ്ടിക്കുഞ്ഞ്. റൌഡിസം കാണിക്കാനാണെങ്കിൽ ഇപ്പോഴും അവരെക്കാൾ ഒരുപടി മേലെ തന്നെയാ ഞാൻ. വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നല്ലാതെ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ അവസരത്തിൽ അവരെ മാനസികമായി തകർക്കുന്നതാണ് ബുദ്ധി. മനസ്സുള്ളവരെയല്ലേ മാനസികമായി തകർക്കാൻ പറ്റൂ. എന്താ ജോസൂട്ടി ഉദ്ദേശിക്കുന്നത്? ചാക്കോ ചായന്റേതുൾപ്പെടെ 8 വീട്ടുകാർ ചെയ്തിട്ടുള്ള എല്ലാ കൊലപാതകങ്ങളുടെയും രഹസ്യങ്ങൾ അപ്പച്ചൻ അറിയാവുന്നതല്ലേ? അതെല്ലാം ക്രൈംബ്രാഞ്ച് ഓഫീസേഴ്സിനെ കണ്ട് നേരിട്ട് പറയണം. അങ്ങനെ നിയമത്തിന്റെ വഴിയിലൂടെ നമുക്കവരെ നേരിടാം. അപ്പോ ഞാനും കുറ്റങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് മാപ്പുസാക്ഷിയായി മാറുന്നതുകൊണ്ട് അപ്പച്ചന് ശിക്ഷയിൽ നിന്നും ഒഴിവാകാം. അപ്പച്ചൻ എന്താ ആലോചിക്കുന്നത്? ജോസൂട്ടിയുടെ തീരുമാനം എന്താന്ന് വെച്ചാ ഞാൻ അതുപോലെ ചെയ്തോളാം. എനിക്കിനി നിങ്ങളുടെ ഭാവിയാ വലുത്. എന്നാൽ നാളെ തന്നെ കമ്മീഷണറെ പോയി കാണണം. ചാണ്ടിക്കുഞ്ഞ് CBIയോടെല്ലാം തുറന്നു പറഞ്ഞ് മാപ്പുസാക്ഷിയായി. ഐ ആം ഹെൽപ്ലെസ്. ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. വളരെ കെയർഫുൾ ആയിരിക്കണം. താൻ പേടിക്കണ്ട. എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ആരാ ചേട്ടാ വിളിച്ച്? SI ചാണ്ടിക്കുഞ്ഞ് നമ്മളെ കുറിച്ചുള്ള എല്ലാ വിവരവും ക്രൈംബ്രാഞ്ചുകാരെ ധരിപ്പിച്ചിട്ട് അവൻ മാപ്പുസാക്ഷിയായെന്ന്. എന്താടാ പേടിച്ചു പോയത്? എടാ, പണത്തിന് മീതെ പരുന്തും പറക്കില്ല. ക്രൈംബ്രാഞ്ച് അല്ല CBI വന്നാലും നമ്മള് കുലുങ്ങില്ല. എന്റെ വിഷമം അതൊന്നുമല്ല. ഇത്രയും കാലം നമ്മളോട് വിശ്വസ്തനായി എന്നവൻ തന്നെ. എന്താ പങ്ക് ഞാൻ ചെയ്യേണ്ടത്? അപകട മരണമെന്നോ ആത്മഹത്യയെന്നോ പറഞ്ഞ് തേഞ്ഞു മാഞ്ഞു പോകുന്ന ഒരു കൊലപാതകവും കൂടി ഇവിടെ നടക്കും. ഒന്നല്ല, 2 കൊലപാതകങ്ങൾ. ഇത്രയും നാള് ഞാൻ കാത്തിരുന്നത് 8 വീടന്മാരുടെ മുന്നിൽ വെച്ച് നമ്മുടെ വാസുവിനെ വെട്ടിക്കൊന്നതുപോലെ ഉപ്പുകണ്ടൻകാരുടെ മുന്നിൽ വെച്ച് ആ സേവിച്ചനെ വെട്ടിക്കൊല്ലാനാ. വേണ്ട, അത്രത്തോളം ക്ഷമിക്കാൻ എനിക്ക് വയ്യടാ. നമ്മുടെ പേരിൽ പോലീസ് കേസും പ്രശ്നങ്ങളും വരുന്നതിന് മുമ്പ് മനസമാധാനത്തോടെ നമുക്ക് ആ ജോലി അങ്ങോട്ട് തീർക്കാം.
വലിയ വാടക ഗുണ്ടയാണെന്നാ നിന്റെ ഭാവം. എന്തൊക്കെ വീരവാദങ്ങളാടാ നീ ഇളക്കിയത്. ഒറ്റയ്ക്ക് പൊക്കോളാം, അവന്റെ എല്ലൊടിച്ചോളാം. നിന്നെയൊക്കെ വിശ്വസിച്ചയച്ച് എന്നെ പറഞ്ഞാ മതി. ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. അറിയപ്പെടാ. നമ്മുടെ പാർട്ട്ണർഷിപ്പ് സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം സ്വയം ഒഴിഞ്ഞു പോകാൻ സമ്മതിച്ചുകൊണ്ട് ഒരു ഒപ്പിട്ട് തന്നാൽ മാത്രം മതി ആണ്ടി കുഞ്ഞ്. തന്നെ അങ്ങ് വിട്ടേക്കാം. നോക്കി പേടിപ്പിക്കാതെ. എടാ, ഇവൻ സമ്പാദിച്ചു കൂട്ടുന്നതെല്ലാം ഇവന്റെ പുന്നാരമോക്ക് വേണ്ടിയല്ലേ? ലീന ചാണ്ടി LLB. അവളെ ഇങ്ങ് എടുത്തോണ്ട് പോവാ. അപ്പന്റെ ഈ അവസ്ഥ മോള് നേരിട്ടൊന്ന് കാണട്ടെ. വേണ്ട, ഞാനൊക്കെ ഇട്ട് തരാം. മിടുക്കൻ പങ്കേശ. ഓ, പാപം. ഇനി ചാണ്ടിച്ചനെ വീട്ടിൽ കൊണ്ടാക്കണ പങ്കേശ. മനസ്സിലായില്ലേ? വീട്ടിൽ കൊണ്ട് നാക്കാൻ ജീവനോടെയല്ല,
ശവമായിട്ട്. പിള്ളേ അതാണ്, നിന്നെ മാത്രമല്ല ഉപ്പുകണ്ടത്തിൽ തരി പോലും ഞങ്ങൾ ബാക്കി വെച്ചേക്കത്തില്ല. എടാ, ഇന്ത്യൻ പീനൽ കോഡിൽ 1 കൊന്നാലും 10 കൊന്നാലും ശിക്ഷ ഒന്നേ ഉള്ളൂ. ഞങ്ങൾ 8 ഒരുത്തം തൂങ്ങിയാ മതി. സംഘേഷ കാണാ മക്കളെ, ഇവനെ മരണത്തിന്റെ വേദന ശരിക്കും മനസ്സിലാക്കി കൊടുത്തിട്ട് ഒരു പായിൽ പൊതിഞ്ഞു കെട്ടി ഇവന്റെ വീട്ടിൽ കൊടുത്തേക്കണം. ഇനി കലാശക്കളിയാണ്. കാണാ മക്കളെ. ചാണ്ടി, ഹലോ,
ആ